അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യൂബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനോട് കരഞ്ഞു. എന്നെ സർവനാശം കൂടി പിടിച്ചിരിക്കുന്നു റബ്ബേ, നീയാകുന്നു ഏറ്റവും കരുണയുള്ളവനും കരുണ കാണിക്കുന്നവനും. ഇതൊരു വലിയ ദുആയാണ്. മാറാരോഗികളുടെ ദുആയാണ്. റബ്ബി ഇന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ആമീൻ. നമ്മളുടെ എല്ലാവരും രോഗം മാറ്റിത്തരട്ടെ. ആമീൻ. അദ്ദേഹത്തിന് അതിമാരകമായ രോഗം പിടിച്ചു. മക്കളൊക്കെ മരിച്ചുപോയി, സമ്പത്തെല്ലാം പോയി, മൃഗങ്ങളൊക്കെ ചത്തുപോയി, ഒന്നുമില്ല. ഭാര്യ അടുത്ത വീടുകളിലൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. മേല് മുഴുവൻ പൊട്ടി ഒലിച്ച് നാക്ക് മാത്രം അനങ്ങുന്ന അവസ്ഥ. കിടന്ന കിടപ്പിൽ അയ്യൂബ് അലൈഹിസ്സലാം. കൊല്ലങ്ങൾ നമുക്കറിയില്ല എത്ര നാളെന്ന്. നാട്ടിലെ പ്രവാചകനായിരുന്നു, നല്ല സമ്പന്നനായ മനുഷ്യനായിരുന്നു, ആദരണീയനായിരുന്നു. പക്ഷെ അവർ പറയാണ്, ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു ഇയാളെ കൈയൊഴിഞ്ഞു, നമ്മളായിട്ട് ഇയാളുമായിട്ട് അടുത്ത് നിന്നാൽ നമുക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടും. നല്ലവരായ മനുഷ്യർ, അല്ലാതെ അവർ വെറുതെ ഒഴിവാക്കുന്നതൊന്നുമല്ല. അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് അവർ ഒഴിവായി പോകുന്നത്. ഭാര്യ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്നു. അവസാനം ഇവർക്ക് പിന്നെയും പേടിയാവുന്നു, ഈ ഭാര്യയിലൂടെ ഈ രോഗം എങ്ങാനും പകർന്നാലോ എന്ന്. ആ നാട്ടിലെങ്ങും ഇല്ലാത്ത രോഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഭാര്യയെ അവരടുപ്പിക്കാതെ ഒരു രീതിയിലും ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ ഇബ്ലീസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭാര്യയെ ചൊറിയുന്നുണ്ടായിരുന്നു. കാരണം അയ്യൂബ് അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വീട്ടുകാരില്ല എന്നറിയാം, കാരണം നബിയാണ്. അവിടെ കിടന്ന കിടപ്പിൽ നാക്ക് മാത്രം അനങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു തോന്നുന്നു. അങ്ങനെ കിടന്ന് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹുവിനോട്. ശരീരത്തിൽ നിന്നൊക്കെ ഒരു പുഴുവൊക്കെ പുറത്തിറങ്ങി വരുമ്പോൾ അത് പറയും, നീ തിരിച്ചങ്ങോട്ട് തന്നെ പൊക്കോ, കാരണം നിനക്ക് അള്ളാഹു തന്ന റിസ്ക് തിന്നാൻ തന്നതാണ്, അത് തിന്നോളാൻ പറഞ്ഞിട്ട്. സ്വന്തം ശരീരം അങ്ങനെ അവിഞ്ഞില്ലാതെയായി പോകുന്നത് കണ്ടുകൊണ്ട് കിടക്കുകയാണ് ആ മനുഷ്യൻ. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഭാര്യയെ ഇബ്ലീസ് ഒന്ന് പറ്റിക്കാൻ നോക്കി. അതായത് ചരട് കെട്ടിയാൽ മതിയെന്നോ, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്താൽ മതിയെന്നോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു അപ്പൂപ്പനുണ്ട് അയാളോട് പറഞ്ഞാൽ ശരിയാക്കി തരും, എന്തോ പരിപാടി, നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള എന്തോ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി ഭാര്യയെ പ്രേരിപ്പിച്ചു. അതൊരു ശിർക്കായി, തോന്നാത്ത രീതിയിലുള്ള നിസ്സാരമായ എന്തോ ഒരു പണിയായിരുന്നു. എന്നിട്ട് ഭാര്യ വന്ന് അയ്യൂബ് അലൈഹി സ്വലാമിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ഇവിടെ നിന്നെങ്ങാനും എണീറ്റാതിനെ ഞാൻ അടിക്കും എന്ന് പറയും ഭയങ്കര ദേഷ്യത്തോടുകൂടി. അങ്ങനെ ഭാര്യയെ പേടിപ്പിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ ഭാര്യ തെറ്റ് ചെയ്തേക്കും, കൈവിട്ട് പോകുമോ എന്നുള്ള പേടി വന്നപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ക്ഷമയുണ്ടായിരുന്നു, ഭയങ്കര ക്ഷമ. സബർ അയ്യൂബിൻ്റെ ക്ഷമയെ പറ്റിയിട്ടാണ് ഈ പ്രവാചകൻ്റെ പേരിൽ പറയുന്നത്. ആ പ്രവാചകൻ ദഅവ ചെയ്തതായിട്ട് എവിടെയും പറയുന്നില്ല. ദാനധർമ്മങ്ങളോ നിസ്കാരമോ നോമ്പോ ഇതൊന്നും അല്ല പറയുന്നത്. സബർ അയ്യൂബിൻ്റെ ക്ഷമ. അതുപോലെ ക്ഷമയുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. എത്ര കൊല്ലം അദ്ദേഹം അങ്ങനെ കിടന്നുണ്ടാവുമെന്ന് നമുക്കറിയില്ല. എത്രയോ മക്കളുണ്ടായിരുന്നു, അതൊക്കെ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അതെ അള്ളാഹുവേ, എന്നെ എന്തോ ഒന്ന് പിടിച്ചിരിക്കുന്നു, നീ എനിക്കൊന്ന് പുറത്തു തരണം, അസുഖം മാറ്റിത്തരണം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ രോഗം മാറാൻ വേണ്ടി അള്ളാഹു പറയാണ്, നീ എഴുന്നേറ്റ് തറയിൽ ചവിട്ടുക, അപ്പോൾ അവിടെ നിന്ന് വെള്ളം വരും, ആ വെള്ളം കൊണ്ട് മേല് കഴുകുക, ആ വെള്ളം കുടിക്കുക. അപ്പോൾ അതായത് മരുന്ന് ഉള്ളിനും പുറത്തും. അപ്പോഴത്തേക്ക് അത് മാറി, മേത്തുള്ള അടയാളങ്ങളൊക്കെ പോയി, രോഗം മുഴുവൻ മാറി. എന്നിട്ട് അദ്ദേഹത്തിന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേത്തേക്ക് മുഴുവൻ സ്വർണ്ണത്തിൻ്റെ പുൽച്ചാടികൾ വന്ന് ചാടുന്നു, അത് മുഴുവൻ പറക്കിയെടുക്കുന്നു. ഭയങ്കര സമ്പന്നനായി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത സമ്പത്ത് അള്ളാഹു ഉണ്ടായിരുന്നതും അതിന് ഇരട്ടിയും കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് 10 മക്കളുണ്ടായിരുന്നെങ്കിൽ 20 മക്കൾ കൊടുത്തു, 20 മക്കളുണ്ടായിരുന്നെങ്കിൽ 40 മക്കൾ കൊടുത്തു. അതുപോലത്തെ തന്നെ മക്കളെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ മരിച്ചുപോയവരെ ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അതേപോലെ രൂപമുള്ള മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു കാലം. അപ്പോൾ ഇരട്ടി എല്ലാം കൊടുത്തു. സമ്പത്ത്, കന്നുകാലി, മൃഗങ്ങൾ എല്ലാം തിരിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും ആദരണീയനായി മാന്യമായി ജീവിച്ചു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥ ഖുർആനിലൂടെ പറയുന്നു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു, സന്ദേശവാഹകനായിരുന്നു, പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിനെ നാം പർവ്വതത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് വിളിച്ചു, നമ്മുടെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് സംസാരിച്ചു. അപ്പോൾ സീനായി പർവ്വതമായിരിക്കും. അതിൻ്റെ താഴെ ഒരു കത്തുന്ന മരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രകാശിക്കുന്ന മരമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശം താഴേക്ക് ഇറങ്ങി വന്നതാണ്. അള്ളാഹു നേരിട്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചു. ഫിറഔൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു, നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്യുന്നത് സ്വന്തം സഹോദരനെ പ്രവാചകനാക്കാൻ വേണ്ടി. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അതായത് എൻ്റെ നാവിൽ കെട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെല്ലാവരും എല്ലാം തികഞ്ഞവരാണ്, അംഗവൈകല്യമില്ലാത്തവരാണ്, ഒരു കുറ്റവും കുറവില്ലാത്തവരാണ്. നമുക്കറിയാവുന്ന അംഗവൈകല്യം എന്ന് പറയുന്നത് ആകെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സംസാരത്തിലുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. കുറേ കെട്ടുകളുണ്ട് എൻ്റെ നാക്കിൽ, ഒരു കെട്ട് അഴിച്ചു തരാനാണ് അദ്ദേഹം പറയുന്നത്. അത് അഴിച്ചു കൊടുക്കുന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാറായി. പിന്നെ കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള സഹോദരനാണ് എൻ്റെ ഹാറൂൻ, അവനെ എനിക്ക് നബിയാക്കി തരണം എന്ന് പറഞ്ഞു. ഹാറൂൻ ആഹി വഷ്തുദ് മിൻ അഹ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ തുടരുന്നു. അങ്ങനെ ഹാറൂൻ നബിയെ പ്രവാചകനാക്കി കൊടുക്കുന്നു. അതായത്
ഒരു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായത്തിൽ സ്വന്തം സഹോദരന് വേണ്ടി ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ആൾ മൂസ അലൈഹി ഇസ്ലാമാണ്. അതായത് സ്വന്തം സഹോദരനെ പിടിച്ചങ്ങ് നബിയാക്കി. അത്രയും വലിയ ഉപകാരം ചെയ്തൊരു മനുഷ്യൻ ലോകത്തിലില്ല. അംബാനി പോലും സ്വന്തം സഹോദരന് സ്വത്തം മുഴുവൻ എഴുതി കൊടുത്താലും അതൊന്നും അത്രയും ആവൂല. സ്വന്തം സഹോദരനെ പ്രവാചകനാക്കി സ്വർഗ്ഗം ഉറപ്പാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു സഹോദരന് വേറൊരു സഹോദരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അതാണ്. അതിലും വലിയൊരു ഉപകാരം ഇനിയില്ല. അങ്ങനെ അവർ ഫിറോവിൻ്റെ അടുത്ത് പോകുന്നു. വടി പാമ്പാവുന്നു, കൈ കഷത്തിൽ വയ്ക്കുമ്പോൾ പ്രകാശം വരുന്നു. ഇതൊക്കെ കാണിച്ചു. പാമ്പിനെയൊക്കെ എന്തിനാണ് വച്ചത് എന്ന് നമുക്ക് സംശയം തോന്നാം. ഫിറോവിൻ്റെ അടയാളങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ കിരീടമൊക്കെ എടുത്തു നോക്കിയാൽ കാണും അവരുടെ ദൈവം എന്ന് പറയുന്നത് പാമ്പായിരുന്നു. അവർ പാമ്പിനെ എന്നിട്ടായിരുന്നു ആരാധിച്ചിരുന്നതെന്ന് തോന്നുന്നു. കാരണം അതിലൊക്കെ പാമ്പുണ്ട്. പൂച്ചയെ അവർ എന്തോ പ്രത്യേകമായി കണ്ടിരുന്നു. വടി അവരുടെ ഒരു അധികാരദണ്ഡ് പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അതായത് അവരുടെ സ്ഥാനമാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഓരോന്ന് കൊടുത്ത് വിട്ടത്. 9 പരീക്ഷണങ്ങൾ, 9ലും ഫിറോവൻ തോറ്റു, ഫിറോവനെ നശിപ്പിച്ചു. അതൊക്കെയാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കഥകൾ. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തിന് ഒരു മലയുടെ മുകളിൽ പോകേണ്ടി വരുമായിരുന്നു. കാർമേഘങ്ങൾക്കൊക്കെ അപ്പുറം ഉയർച്ചയുള്ളൊരു മല. അതിന് മുകളിൽ ചെല്ലുമ്പോൾ പ്രകാശവും താഴേക്കിറങ്ങി വരും ഇടിമിന്നൽ പോലെ എന്തോ. അത് കഴിയുമ്പോൾ അതിലാണ് അദ്ദേഹം ആ മറയിൽ, കാർമേഘത്തിൻ്റെ മറയിൽ നിന്നാണ് അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന് 30 ദിവസം കഴിയുമ്പോൾ കാണണം എന്ന് പറഞ്ഞു. നോമ്പ് പിടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം നേരത്തെ ചാടിപ്പോയി അള്ളാഹുവിനെ കാണാനുള്ള സന്തോഷം കൊണ്ട്. അവിടെ ചെന്നു, നോമ്പ് പിടിച്ചു. അത് കഴിഞ്ഞു കഴുകിയല്ലി പല്ല് തേച്ചു. അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പല്ല് തേച്ച് എന്തിനാണ്? നോമ്പുകാരൻ്റെ വായിൻ്റെ മണം കസ്തൂരിയെ പോലെയാണ് എൻ്റെ അടുക്കൽ എന്ന് നിനക്കറിയില്ലേ? നീ വീണ്ടും 10 ദിവസം നോമ്പ് പിടിച്ചിട്ട് വരാൻ പറയും. ഇതിനിടയിൽ സമുദായത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചിരുന്ന ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ആയിരുന്നു. പക്ഷേ ഹാറൂൻ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിനെ പോലെ ശക്തനല്ലായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ കണ്ട ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അനുസരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശരീരപ്രകൃതം അല്ലായിരുന്നു. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു മിണ്ടി അതിനെ കൊന്നുകളയും, മിണ്ടാതെ അവിടെ ഇരുന്നോളാൻ പറയും. എന്നിട്ട് അവിടെ ഒരു ആളുണ്ടായിരുന്നു സാമിരി. അയാൾ ചെങ്കടലിൽ ഫിറോവിനെയൊക്കെ മുക്കി കൊല്ലുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഫിറോവിൻ്റെ വായിലേക്ക് മണ്ണ് വാരിയിടുകയും അവിടെ ചുറ്റിപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹീതനായ ഒരു സൃഷ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലോ ഭൂമിയിൽ തൊട്ടാൽ അവിടെ അപ്പം തന്നെ പുല്ല് മുളയ്ക്കുമായിരുന്നു. ഈ അത്ഭുതം സാമിരി എന്ന് പറയുന്ന ഒരാൾ കണ്ടു. വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അയാൾ ജിബ്രീൽ കാല് തൊട്ടാൽ ജിബ്രീലിൻ്റെ കുതിര കാല് തൊട്ട സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി അനുഗ്രഹീതമായ ഇച്ചിരി ബർക്കത്തൊക്കെ ഉള്ളൊരു മണ്ണ്. ആ മണ്ണ് കൊണ്ട് ഇയാൾ വന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കാണാൻ പോയ സമയം 30 ദിവസം 40 ദിവസം നോമ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഈ ക്രിസ്ത്യാനികൾക്കൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് വരുന്നതാണ്. ആ സമയത്ത് പറഞ്ഞത് മൂസായ്ക്ക് വഴിതെറ്റിപ്പോയി, മൂസയുടെ ദൈവം ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഈജിപ്ഷ്യൻ സ്ത്രീകളുടെ സ്വർണം ബനു ഇസ്രായേലിലെ സ്ത്രീകളുടെ കയ്യിലായിരുന്നു. കാരണം അവർ അടിമകളായിരുന്നു. അവർ വീട്ടിലെ പണികൾ ചെയ്യുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ ഇവരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവരെ സ്വർണം എന്തോ കാരണവശാൽ, ചിലപ്പോൾ നല്ല മുസ്ലിങ്ങളായിരിക്കും നമ്മളെക്കാളും നല്ല, അതായത് ഒരാൾ അയാളുടെ വേലക്കാരിയുടെ വീട്ടിൽ സ്വർണം കൊടുത്തു വിടണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വയ്ക്കണമെങ്കിൽ അവരുടെ കസ്റ്റഡിയിലായിരുന്നു, വേലക്കാരിയുടെ കസ്റ്റഡി. അപ്പോൾ വേലക്കാരി എന്ന് പറയുന്നത് എന്തുമാത്രം വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്ത്രീ ആയിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാം. നമ്മളൊന്നും അതിൻ്റെ 7000 എല്ലൂല. അപ്പോൾ ഈ ഈജിപ്തിലെ സ്ത്രീകളുടെ മുഴുവൻ സ്വർണവും അവരുടെ അടിമ സ്ത്രീകളായ ബനു ഇസ്രായേലി മുസ്ലിം സ്ത്രീകളുടെ കയ്യിലായിരുന്നു. അത് അവർക്ക് കൊടുത്തിട്ട് വരാൻ കഴിഞ്ഞില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ സംശയം വരും ഇവരെന്തോ മുങ്ങാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ അത് കാരണം കൊടുക്കാതെ വരേണ്ടി വന്നു. ഇത് ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വേറൊരാളുടെ സാധനം നമ്മുടെ കയ്യിലിരിക്കുകയാണല്ലോ എന്ന്. അന്നത്തെ നിയമം അനുസരിച്ച് യുദ്ധ മുതലുകൾ കൂട്ടിയിട്ട് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നിയമം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം വരെ അത് ഹലാലല്ല, ഹറാമാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സ്വർണ്ണം കണ്ട്. അപ്പോൾ സാമിരി സ്വർണ്ണം മുഴുവൻ മേടിച്ചിട്ട് ഒരിക്കലും ഒരു പശുക്കിടാവിനെ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഈ കൊണ്ടുവന്ന മണ്ണും വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പശുക്കിടാവ് പശുവിൻ്റെ കിടാവിനെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ചില പണ്ഡിതന്മാർ പറയുന്നത് ആയിക്കോട്ടെ ഒരു പൊത്തുണ്ടായിരുന്നു, വിസിലുണ്ടായിരുന്നു, കാറ്റ് കയറി പോകുമ്പോൾ ശബ്ദം വരുന്നതാണ്. അതൊന്നും വേണ്ട, നമുക്ക് ആ സാധനത്തിന് എന്തോ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു, എന്തോ ഒരു കഴിവ് അള്ളാഹു ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തൊരു കഴിവുണ്ടായിരുന്നു. ആ മണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാണ്. അതവിടെ വെച്ചപ്പോൾ ഈ പശുക്കിടാവിനെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും അതിനെ ആരാധിച്ചു. മൂസായ്ക്ക് വഴി തെറ്റിപ്പോയി, മൂസ മറന്നുപോയി, മൂസയുടെ ദൈവം ഇവിടെയാണ്, മൂസ അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നു. സാമിരി പകുതി ആളുകളെയും വഴിതെറ്റിച്ചു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നു. ഇത് കണ്ട് ദേഷ്യം പിടിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയും നിങ്ങളെല്ലാവരും സ്വയം കൊല്ലുക, അതായത് ആത്മഹത്യ ചെയ്യുക എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ പാടില്ല, തൗബ ചെയ്തിട്ട് വീട്ടുകാരെ, അതായത് മകൻ തെറ്റ് ചെയ്ത വാപ്പാനെ കൊല്ലുന്നു അല്ലെങ്കിൽ വാപ്പ തെറ്റ് ചെയ്ത മകനെ കൊല്ലുന്നു, അതിനെയാണ്
നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒറ്റ ദിവസം തന്നെ 70,000 പേര് മരിക്കുകയോ ഒരു ചോരക്കടൽ ഒഴുകുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അള്ളാഹു ആലം. അങ്ങനെ ആ കഥ തുടരുന്നു. ഖിളർ അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും കഥ നമ്മൾ ചുരുക്കി തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. അതാണ് അൽ കഹഫിലുള്ള കഥ. അൽ കഹഫ് ഖുർആൻ അറിയുക എന്ന പരമ്പരയിൽ ഈ ചാനലിൽ തന്നെയുണ്ട്. 18-ാമത്തെ സൂറത്തിൽ കണ്ട് മനസ്സിലാക്കുക. മൂസ അലൈഹി ഇസ്ലാം അവരുടെ ആളുകളോട് പശുവിനെ ഇറക്കാൻ പറയുന്നു. അതാണ് അൽ ബഖറ 2-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അതുകൊണ്ടാണ്. അതിലുള്ളൊരു പ്രധാനപ്പെട്ട കഥയാണത്. ബനു ഇസ്രായേലിലെ ഒരു വലിയ നേതാവ് കൊല്ലപ്പെട്ടു. കൊലപാതകമായിരുന്നു. ആരോ കൊന്നതാണ്, പക്ഷെ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ 12 ഗോത്രങ്ങളാണ്. അപ്പോൾ ഗോത്രതർക്കം കാരണം കൊന്നതാണോ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ ഒരുപാട് അനുഭവിച്ചു. ഫിറോവിൻ്റെ കാലം കഴിഞ്ഞു, ഇവിടെ വന്നു, 70,000 പേര് കൊന്നു, ചിർക്ക് ചെയ്തവരെയൊക്കെ 40 കൊല്ലം മരുഭൂമിയിൽ ജീവിച്ചു. ഇവർ ഭയങ്കര അനുഭവിച്ച ജനതയാണ്. അപ്പോൾ അവർ പറയും മടുത്തു, ഇനി വയ്യ, ഇനി ഒരു യുദ്ധം കൂടെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പറയും ഈ കൊലപാതകയെ കണ്ടുപിടിച്ചു തരാൻ പറയും. ആൾ പറയും ഒരു പശുവിനെ ഇറക്കാൻ പറയും. അപ്പോൾ ഇവർ ചിരിക്കും, എന്ത് കളിയാക്കുവാണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കുമോ? അള്ളാഹു പറഞ്ഞു എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആണോ, എന്നാൽ ശരി, എന്നാൽ എന്ത് നിറമാണ്, എന്ത് വലിപ്പമാണ്, അടയാളങ്ങൾ പറയൂ. അങ്ങനെ പറഞ്ഞ് മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള ഒരു പശുവിനെ ഇറക്കണം എന്നുള്ള ഉത്തരവ് വന്നു. ഇത് ഇവരുടെ തൊട്ട് മുമ്പുള്ള കഥയിലെ പശുക്കിടാവ്, സ്വർണ്ണത്തിൻ്റെ പശുക്കിടാവിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണെന്ന് ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കാരണവന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ സ്വർണ്ണ പശുക്കിടാവിനെ ആരാധിച്ചാലേ നിങ്ങൾക്കിട്ടൊരു പണിയും കൂടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അത് ആവർത്തിക്കുകയാണ് ചരിത്രം അവരിലൂടെ തന്നെ. അപ്പോൾ മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള ഒരു പശുവിനെ ഇറക്കാൻ പറയും. ആ ബനു ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ അല്ലെങ്കിൽ 6 ലക്ഷത്തോളം വരുന്ന ആണുങ്ങൾ ഉള്ള സമുദായത്തിൽ ആകെ ഒരു പശു അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യത്തീമിൻ്റെ പശുവായിരുന്നു. ഈ സമയം ഇത് വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേക്കും അവർ പറയും ആ പശുവിനെ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയും. നിർബന്ധിച്ച് അപ്പോൾ പറയാമെന്നാൽ ശരി, തുല്യം സ്വർണം, ഈ തുലാഭാരം എന്നൊക്കെ പറയുന്ന പോലെ സ്വർണം തന്നാൽ പശുവിനെ തരാമെന്ന് പറയും. അങ്ങനെ ആ പശുവിനെ സ്വർണം വെച്ച് തൂക്കിയാണ് അവർ മേടിച്ചത്. അപ്പോൾ അള്ളാഹ് വീണ്ടും അവരെ കളിയാക്കുവാണ്, സ്വർണ്ണ പശുക്കിടാവ് നിങ്ങൾ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ മഞ്ഞ പശുവിനെ അവരർത്തു. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലോ ഇറച്ചിയോ എന്തോ എടുത്തിട്ട് ഈ മരിച്ച ആൾ അടിക്കുമ്പോൾ എഴുന്നേറ്റ് എന്ന് പറയും എൻ്റെ അനന്തരവനാണ് എന്നെ കൊന്ന് സമ്പത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനെ ആ കേസ് തീരുന്നു. ആ കേസാണ് മഞ്ഞ പശു അല്ലെങ്കിൽ സ്വർണ്ണ പശു ബനു ഇസ്രായേലിയരുടെ. അതാണ് സൂറത്തുൽ ബഖറ, പശു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മരണം. മൂസ അലൈഹി ഇസ്ലാം 650 വയസ്സൊക്കെ ജീവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും മലക്കുൽ മൗത്ത് എന്നാണ് നമ്മൾ പറയുക, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായീൽ അലൈഹി ഇസ്ലാം എന്നുള്ള പേരിന് തെളിവൊന്നുമില്ല, ഹദീസിലോ ഖുർആനിലോ തെളിവില്ല. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മാലാഖ അല്ലെങ്കിൽ മരണത്തിൻ്റെ മലക്ക്. അദ്ദേഹം വന്നു മരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. മനുഷ്യരൂപത്തിലാണോ എന്ന് ഒരൊറ്റ അടിയും വെച്ച് കൊടുത്തു കർണ പറ്റിക്കിട്ട്. ഒരടി കൊടുത്തപ്പോൾ കണ്ണ് തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു കണ്ണ് അത്ര വലിയ അടിയായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ നിന്നാൽ തലയോട്ടി തകർന്ന് ചത്തുപോകും. അങ്ങനത്തെ ഒരു മുതലായിരുന്നു മൂസ അലൈഹി ഇസ്ലാം. തിരിച്ചുപോയി മലക്കുൽ മൗത്ത് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ ഇത് കണ്ട എൻ്റെ അവസ്ഥ, മരിക്കാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്തേക്കാണല്ലോ എന്നെ നീ വിട്ടത് എന്ന് പറയും. കഥ പോലെ എന്തോ പറയുന്നുണ്ട്, തെളിവില്ലാന്ന് തോന്നുന്നു. എനിക്കെങ്ങാനും അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് എനിക്ക് പറ്റിയിരുന്നുവെങ്കിൽ അയാളുടെ മരണം ഞാൻ കട്ടിയാക്കിയേനെ എന്ന്. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയില്ല, കാരണം മലക്കുകൾക്ക് വേദന കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു ദേഷ്യം പ്രവാചകനോട് ഒരു മലക്കിന് വരേണ്ട കാര്യമില്ല. അത് തെറ്റായിട്ടാണ് പലരും കാണുന്നത്. നമുക്കൊരു സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു പ്രവാചകൻ, അന്നത്തെ ഏറ്റവും വലിയ പ്രവാചകനാണ്, അതിനോട് ഒരു മലക്കിന് ദേഷ്യം വരേണ്ട കാര്യമില്ല. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയായിരിക്കും ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയും തിരിച്ചല്, അവനോട് പറ കൈ ഒരു മൂരിയുടെ അല്ലെങ്കിൽ കാളയുടെ പുറത്ത് വയ്ക്കാൻ പറ, എന്നിട്ട് അതിൻ്റെ അടിയിൽ എത്ര രോമമുണ്ടോ അത്രയും കൊല്ലം നിനക്ക് ജീവിക്കാം എന്ന് പറയും. അതായത് 10,000 കൊല്ലം എന്നാണ് നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ളൊരു ഹദീസിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കാണാം. അത്രയോ കൊല്ലം ജീവിക്കാമെന്ന് പറയും. അപ്പോൾ മൂസ ചോദിക്കും അത് കഴിഞ്ഞാലോ? അത് കഴിയുമ്പോൾ മരിക്കും, എന്നാൽ ഇപ്പം തന്നെ ആയിക്കോട്ടെ. കാരണം അദ്ദേഹത്തിന് അപ്പോഴത്തേക്കും മനസ്സിലായി അള്ളാഹ് വിട്ടതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അദ്ദേഹം അതിനടിക്കാൻ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, നമുക്കറിയില്ല. പക്ഷേ ഊഹിക്കാവുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വാഗ്ദത്ത ഭൂമി എന്ന് ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന, അള്ളാഹു പറഞ്ഞു കൊടുത്തിരിക്കുന്ന പ്രോമിസറി ലാൻഡ് എന്ന് പറയുന്നത് അവിടെ കിടപ്പുണ്ട്, അവിടെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൗത്യം പൂർത്തിയായിട്ടില്ല, പിന്നെ ഇങ്ങനെ മരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഞാനല്ല അത് ചെയ്യേണ്ട ആൾ, വേറെ ആരെങ്കിലും എനിക്ക് ശേഷമായിരിക്കും എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മരിക്കാൻ റെഡിയായി. അങ്ങനെ മരിച്ചു. ഈ കഥയൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. നമ്മൾ നല്ലവരും ചീത്ത ആളുകളുടെ ഉദാഹരണമായി കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലൂടെ അള്ളാഹ് പറയുകയാണ് ഫിറൗന്റെ ഭാര്യയും എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. അതായത് വിശ്വാസി അല്ലെങ്കിൽ നല്ല സ്ത്രീ എന്നുകൊണ്ട് ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഫിറൗന്റെ ഭാര്യയാണ് ആസിയ ബിന്ത് മുസാഹിം അലൈഹിസ്സലാം. മുസാഹിമിൻ്റെ മകൾ ആസിയ. അവൾ ഖാനിത്തീൻ ആയിരുന്നു. കുനൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിധേയത്വം, അങ്ങേയറ്റം അനുസരണ. അതിനെയാണ് നമ്മൾ നിസ്കാരത്തിൽ കുനൂത്ത് ഓതണോ വേണ്ടോ എന്നുള്ള തർക്കമൊക്കെ കിടക്കുന്നുണ്ട്.
വിത്ര നിസ്കാരത്തിൽ വേണം, ബാക്കി ഫർള് നിസ്കാരത്തിൽ വേണ്ട എന്നാണ് നമ്മൾ ഇതുവരെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടത്. അവർ അള്ളാഹുവിനോട് ഭയങ്കര വിധേയത്വമുള്ള അനുസരണയുള്ള സ്ത്രീയായിരുന്നു. ഖാറൂൻ എന്ന് പറയുന്ന മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആളുകളിൽപ്പെട്ടതായിരുന്നു. അതായത് മുസ്ലിം ആയിരുന്നു, പക്ഷേ ആള് ഫിറൗൻ്റെ കൂട്ടത്തിലായിരുന്നു. കാരണം ഭയങ്കര പണക്കാരനായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിനോട് വന്ന് ഖാറൂൻ ദുആ ചെയ്യാൻ പറയും. പട്ടിണിയും പരിവട്ടാണ്, ഒന്ന് ദുആ ചെയ്യും മൂസ, എനിക്ക് ഒരു രക്ഷയില്ല എന്ന് പറയും. അപ്പോൾ പറയും വേണ്ട, നീ അത് താങ്ങൂല എന്ന് പറയും. കാരണം അറിവ് വെച്ചിട്ട് പ്രവാചകൻ. പക്ഷേ ആളൊരേ ഇല്ലല്ല, ഞാൻ ഭയങ്കര നിയന്ത്രണത്തിൽ ജീവിച്ചോളാം, ഞാൻ അള്ളാഹുവിനെ മറക്കൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ സമ്പത്ത് കിട്ടി കഴിയുമ്പോൾ അതിഭയങ്കര സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഫിറൗൻ്റെ വലം കൈയൊക്കെ ആയിരുന്നു. അവസാനം ഭൂമി വിഴുങ്ങി, അള്ളാഹുവിനെ തള്ളി പറഞ്ഞു, സ്വന്തം കഴിവുകൊണ്ട് നേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ എൻ്റെ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് നേടുന്നതാണ്, എൻ്റെ കഴിവുകൊണ്ട് മേടിച്ച കാറ്, എൻ്റെ കഴിവുകൊണ്ടുള്ള ജോലി എന്നൊക്കെ നമ്മളെല്ലാം പറയും. ഞാനടക്കം സൂക്ഷിക്കുക. മദിയനിലേക്ക് ഷുഐബിനെ അയച്ചു, ഇംഗ്ലീഷിൽ മിഡിയൻ. ഷുഐബ് അലൈഹി ഇസ്ലാം ഖത്തീബുൽ അംബിയായാണ്, അതായത് പ്രവാചകന്മാരിലുള്ള സ്പീക്കർ അല്ലെങ്കിൽ പ്രവാചകന്മാരിലെ പ്രാസംഗികൻ. ഏറ്റവും കൂടുതൽ പ്രാസംഗിക കഴിവുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടാൽ മനസ്സിലാവും, അത് സംസാരത്തിലിങ്ങനെ വാക്കുകൾ മുത്തുകൾ പോലെ ചേർത്ത് വച്ചിരിക്കുന്ന വാക്കുകൾ. യൂനുസ് നമ്മളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ ആയിരുന്നു. അദ്ദേഹം കുറ്റപ്പെടുത്താൻ മാത്രം ഉള്ള ഒരു തെറ്റ് ചെയ്തു. അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം നിനേവ എന്ന് പറയുന്ന ഇറാഖിലെ നാട് വിട്ട് പോയി. അതായത് അവിടുത്തെ നാട്ടുകാരോട് ദേഷ്യം വന്നിട്ട് എന്തോരം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. 100,000 അല്ലെങ്കിൽ അതിലോ അധികമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പോയത് വലിയൊരു തെറ്റാണ്. അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ആളുകളെ ഉപേക്ഷിച്ചു പോയി. നിങ്ങളെങ്ങാനും പോയി ചാവ് അല്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം മടുത്ത് ഇട്ടിട്ട് പോയതാണ്. അതൊരു വലിയ കുറ്റമായി അള്ളാഹു കാണുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ബോട്ടിൽ വെച്ചില്ല, ഈ കപ്പലിൽ വെച്ചിട്ട് കാറ്റും കോളും ഉണ്ടാകുന്നു. അവിടെ നിന്ന് താഴേക്ക് എറിയേണ്ടി വരുന്നു. മീൻ വിഴുങ്ങുന്നു. വയറ്റിൽ എത്രയോ ദിവസം കിടക്കുന്നു. തൊലി പോകുന്നു മേത്തുനിന്ന്. അദ്ദേഹം ദുആ ചെയ്യുന്നു, എന്നിട്ട് ഛർദ്ദിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു മരം വളരുന്നു. മരത്തിൻ്റെ ഇലയിൽ അദ്ദേഹം കിടക്കുന്നു. ഇല കൊണ്ട് പുതയ്ക്കുന്നു. ആ മരത്തിലെ പഴം തിന്നുന്നു. അങ്ങനെ തൊലിയൊക്കെ ശരിയായി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ചെല്ലുമ്പോഴേക്കും ശിക്ഷ അവിടെ ഇങ്ങനെ കാണാൻ പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഒരൊറ്റ മനുഷ്യൻകാരനാണ് നമ്മൾ ഇത്രയും കാലം സൂചിച്ച് ജീവിച്ചത് എന്ന് മനസ്സിലായി. ആൾ വന്നിരുന്നുവെങ്കിൽ എന്ന് ആശ്ചര്യക്കുമ്പോഴാണ് ആൾ വരുന്നത്. 100,000 അതിലധികമുള്ള ആളുകൾ ഒറ്റയടിക്ക് വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് കുറച്ച് കാലത്തേക്ക് നാം സന്തോഷം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ കഥ അവസാനിപ്പിക്കുന്നു. കടൽ തീരത്തുള്ള പഠനത്തെ പറ്റി ചോദിക്കൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവർ സാബത്ത് ദിവസം അതിര് കടന്നു. അതായത് ശനിയാഴ്ച അവരോട് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ശനിയാഴ്ച മീൻ പിടിച്ചു. അപ്പോൾ അവരെയൊക്കെ പന്നിയോ കുരങ്ങോ ഒക്കെ ആക്കി മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അവരെന്തോ 3 ദിവസമോ എന്തോ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി ഇത് ഈ വീട്ടിലെ കുരങ്ങൻ തന്തയാണെന്നും അത് ആ വീട്ടിലെ കുരങ്ങൻ മോനാണെന്നൊക്കെ മനസ്സിലായി. മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. അവരെല്ലാവരും കൂട്ടക്കരച്ചിൽ 3 ദിവസം എന്തോ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതിഭയങ്കരമായ ശിക്ഷ. ദാവൂദിന് നാം സബൂർ കൊടുത്തു അലൈഹിസ്സലാം. ദാവൂദിന് മഹത്വം കൊടുത്തു, വലിയ 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 സ്ഥാനമാനങ്ങൾ നൽകി. പർവ്വതങ്ങൾ അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. അപ്പോൾ സബൂർ ഓതുമ്പോൾ പർവ്വതങ്ങൾ കൂടെ ഓതുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എക്കോ അല്ലെങ്കിൽ ധ്വനി, പ്രതിധ്വനി എന്നൊക്കെ പറയാം. നമ്മളിവിടെ നിന്ന് ഉറക്ക വിളിച്ചു പറയും ഹലോ എന്ന് വിളിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പർവ്വതത്തിൽ നിന്നൊക്കെ നമുക്ക് മലയിൽ നിന്ന് കേൾക്കാം ഹലോ 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 ഹലോ. അതുപോലെ അതാണെന്ന് നമുക്ക് ഊഹിക്കാം, കാരണം അതല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പർവ്വതങ്ങൾ പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ഉറക്കെ സബൂർ ഓതുമായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. അദ്ദേഹം എപ്പോഴൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുമോ അപ്പോഴൊക്കെ പക്ഷികളും അദ്ദേഹത്തിനോടൊപ്പം കൂടുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇരുന്ന് ഓതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റും പക്ഷിയും കിളിയും കാക്കയും പൂച്ചയും മാനും ഒക്കെ വരുന്നു. പർവ്വതങ്ങൾ അവിടെ നിന്നും ഓതുന്നു. ഇരുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൃദുലമായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി അടിച്ച് പരത്തി കൊല്ലൻ്റെ ആലയിൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ട. അദ്ദേഹം ചുമ്മാ കൂളായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് വളച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇതൊക്കെ ഒരു പ്രവാചകൻ്റെ മുഅ്ജിസത്തുകളാണ്. പ്രവാചകന്മാർ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ മുഅ്ജിസത്ത് എന്നും മറ്റു മനുഷ്യർ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ കറാമത്ത് എന്നും പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് 2 വാക്കുകൾ കൊടുത്തിരിക്കുന്നതാണ്. രണ്ടും അള്ളാഹുവാണ് ചെയ്യിപ്പിക്കുന്നത്, അവരല്ല ചെയ്യുന്നത്. ഔലിയാക്കന്മാരെ കറാമത്ത് എന്ന് പറയുന്ന അവരുടെ കഴിവല്ല, അള്ളാഹുവിന് തോന്നുമ്പോൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഔലിയ പറയുമ്പോഴൊക്കെ അള്ളാഹു ചെയ്യില്ല. പ്രവാചകന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അവർക്ക് തോന്നുമ്പോൾ അവരുടെ മുഅ്ജിസത്ത് പ്രവർത്തിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടിയാണ്. വടി താഴെ ഇട്ടാൽ പാമ്പായി മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന് രാത്രി ഉറങ്ങാനേ പറ്റില്ല. കാരണം വടി എങ്ങാനും താഴെ വെച്ചാൽ അപ്പോൾ പാമ്പാവും, പണി പാളും. അപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹ് പറയും മൂസ വടി ഇപ്പം ഇടൂ എന്ന് പറയുമ്പോൾ ഇട്ടാൽ മാത്രമേ പാമ്പാവുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ താഴെ വെച്ചാൽ അത് പാമ്പാവില്ല. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അള്ളാഹു തീരുമാനിക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്നതാണ് മുഅ്ജിസത്തും കറാമത്തും. വെറുതെ വഴിതെറ്റി പോകാതിരിക്കാൻ ശ്രമിക്കുക. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വത്തിൽ തുടരുവാണ്. നമസ്കാരം. അഹബ്ബു സ്വലാത്തി അല്ലാ സ്വലാത്തു ദാവൂദ്.
അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് ദാവൂദിൻ്റെ നമസ്കാരമായിരുന്നു. റസൂൽ പറയുന്നതാണ്. അതിലും വലിയൊരു നിസ്കാരം ഈ ലോകത്തിലില്ല. നമ്മളൊന്നും തലകുത്തി നിന്നാലും അത്ര ആവില്ല. റസൂൽ പോലും അത്ര ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം അതിൽ നിന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം ദാവൂദിൻ്റെയാണ്, എൻ്റെയാണെന്ന് റസൂൽ പറയുന്നില്ല. അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദിൻ്റെ നോമ്പാണ്. കാരണം അദ്ദേഹം ഒരു ദിവസം നോമ്പ് പിടിക്കുകയും പിറ്റേ ദിവസം നോമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ഒന്നരാടം നോമ്പ് പിടിക്കുമായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നോമ്പിൻ്റെ കിതാബിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് 3 ദിവസം നോമ്പ് പിടിക്കാനേ അനുവാദമുള്ളൂ ഒരു മാസത്തിൽ. ഒരു നോമ്പിന് 10 ദിവസത്തിൻ്റെ കൂലിയാണ്. അതുകൊണ്ട് 3 ദിവസം നോമ്പ് പിടിച്ചാൽ 30 ദിവസമായിട്ട് കൂട്ടും. അതായത് കൊല്ലം മുഴുവൻ എന്നും നോമ്പ് പിടിക്കുന്ന കൂലി കിട്ടും. ഒരു മാസത്തിൽ 3 ദിവസമേ പിടിക്കാൻ പാടുള്ളൂ, അതിനപ്പുറം പിടിക്കാൻ പാടില്ല. ഹറാമാണ്, വിരോധിച്ചിട്ടുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ വേറെ കാര്യമാണ്. അദ്ദേഹത്തിന് വേറെ ശക്തിയൊക്കെ കൊടുക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ആഹാരം സമയത്തിന് ഉള്ളിൽ ചെല്ലുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പറ്റില്ല. പക്ഷേ ഏറ്റവും നല്ല നോമ്പ്, ഏറ്റവും നല്ല നമസ്കാരം. അതുപോലെ രാത്രിയിൽ അദ്ദേഹം ആദ്യ പകുതി ഉറങ്ങുമായിരുന്നു. അതിനുശേഷം 1/3 ഭാഗം നിസ്കരിക്കുമായിരുന്നു. 1/6 ഭാഗം വീണ്ടും ഉറങ്ങുമായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുമായിരുന്നു. അത്രയൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഭയങ്കര ക്ഷമയുള്ള ആളായിരുന്നു. എന്തിനേയും തടഞ്ഞു നിർത്താനും താങ്ങാനൊക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. അല്ലാഹുവിലേക്ക് എപ്പോഴും തിരിച്ചു പോകുന്ന ആളായിരുന്നു. നമ്മൾ പറഞ്ഞ അവ്വാഹ്, ഹലീം എന്നൊക്കെ പറഞ്ഞ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നല്ല കൃത്യമായ ശക്തമായ വിധി പറയാനുള്ള കഴിവും തീരുമാനം എടുക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. അള്ളാഹു കൊടുക്കുന്നതാണ്, അല്ലാതെ സ്കൂളിലും കോളേജിലും പോയി പഠിച്ചുണ്ടാക്കിയതല്ല. ദാവൂദിന് സുലൈമാനെ കൊടുത്തു, മകനായിട്ട് പ്രവാചകനും ആയിട്ട്. നല്ല അടിമയായിരുന്നു അവനും ഇതുപോലെ എല്ലാം തിരിച്ചു വരുന്നവനായിരുന്നു. അവ്വാബ്, എപ്പോഴും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്ന ആൾ. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആൾ. അല്ലാഹു മജഅൽനാമിനും ആമീൻ. ലുക്മാൻ്റെ ഹിക്മത്ത്, അതായത് ബുദ്ധി, കഴിവുകൾ, മതപരമായ അറിവ്, പാപത്തിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് സൂറത്ത് ലുക്മാൻ. ആന്തിയോക്ക് അല്ലെങ്കിൽ അന്താക്കിയ എന്ന് പറയുന്ന രാജ്യത്ത് തുർക്കിയിലുള്ളതാണ്. അവിടുത്തെ ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ മേളിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. യഹ്യ അലൈഹി ഇസ്ലാമിന് ആ പേര് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായി ആ പേര് ഇട്ടത് യഹ്യ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ്. വളരെ വയസ്സായപ്പോഴാണ് ആ കുട്ടി ഉണ്ടായത്. അവിടെയും അത്ഭുതമുണ്ടായിരുന്നു. എനിക്ക് കുട്ടി ഉണ്ടാവുമോ, അത്രയധികം വയസ്സായില്ലേ, എൻ്റെ എല്ലുകൾ നുരുമ്പിച്ച് അല്ലെങ്കിൽ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു, മുടി നരച്ചു പോയിരിക്കുന്നു, എനിക്കിനി കുട്ടി ഉണ്ടാവുമോ. 3 ദിവസം അദ്ദേഹത്തിന് അടയാളമായി സംസാരിക്കാനുള്ള ശേഷി ഇല്ലാതെയായിപ്പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. മറിയം അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നു. പ്രസവ സമയമായപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോയി. കുടുംബത്തിനെ ഉപേക്ഷിച്ച് കിഴക്കോട്ടാണ് പോയത്. മലക്കുകൾ പറഞ്ഞു, സന്തോഷവാർത്ത അറിയിക്കുന്നു ഈസയെ കൊണ്ട്. അതായത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെ പറ്റി അറിയിക്കുകയാണ്. അവർ പേടിച്ചു പോകുന്നു. ഞാനൊരു മനുഷ്യനെ തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവുക. അപ്പോൾ അവർ പറയും അള്ളാഹുവിൻ്റെ ഉത്തരവാണ്. കദാലിക് അള്ളാഹു ആദമിനെയും നൂഹിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിമിൻ്റെ കുടുംബത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇമ്രാൻ്റെ കുടുംബത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകം മുഴുവനും താരതമ്യം ചെയ്യുമ്പോൾ, അതായത് മൊത്തം ലോകത്തുള്ള ആളുകളെക്കാളും ഇവരെ ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ കൊടുക്കും. നമുക്കും തരട്ടെ. മറിയമിനോട് മലക്കുകൾ പറയുകയാണ്, നിന്നെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ ആയത്ത് തുടരുന്നു, മറിയമിൻ്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിക്കും? സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് പോകും. സക്കരിയ അലൈഹി ഇസ്ലാമാണ് ബൈത്തുൽ മുഖദ്ദസിൽ അവരെ വളർത്തിയത്. കാരണം ആ കുട്ടി ഉണ്ടാകുമ്പോഴേ മറിയമിൻ്റെ ഉമ്മ ഇമ്രാൻ്റെ ഭാര്യ കുട്ടിയെ പള്ളിക്ക് നേർന്നായിരുന്നു. മലക്കുകൾ വരുന്നു, മറിയമിനോട് പറയുന്നു, അള്ളാഹു നിനക്കൊരു വാക്ക് കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു കുട്ടി ഉണ്ടാവും. കുൻ എന്ന് പറഞ്ഞ പോലെ ഈസ അലൈഹി ഇസ്ലാം ഉണ്ടാവും എന്ന് പറയുന്നു. അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ആയിത്തീരും എന്നും പറയുന്നു. അതിര് കടക്കരുത് യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ എന്നൊരു താക്കീത്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് തീരുന്നു. ഖുർആനിൽ മറിയമിൻ്റെ കഥ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഓർക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അവരുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറി താമസിച്ചു. പ്രസവവേദന എടുത്തപ്പോഴാണ് അത് പോയത്. അങ്ങനെ അവരവിടെ താമസിച്ചു, പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടിയായിട്ട് തിരിച്ചു വരുന്നു. പ്രസവിച്ച സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമോ അതല്ലെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമോ താഴെ നിന്ന് സംസാരിച്ചു. താഴെ വെള്ളമുണ്ട്, അതുകൊണ്ട് കഴുകുക, കുടിക്കുക, കുളിക്കുക, നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മിണ്ടാതിരിക്കുക. വായു കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് നോമ്പാണ് എന്ന് പറയുക എന്ന് പറഞ്ഞു. അത് അന്നൊക്കെയുള്ളൂ. ഇന്ന് നമുക്കത് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ നോമ്പ് പിടിക്കൽ ഇല്ല, സംസാരത്തിൻ്റെ നോമ്പ് അങ്ങനെയൊന്നുമില്ല. ഈസ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നത് അത് ഒരു പള്ളിയുടെ മിനാരത്തിലാണ്, വെളുത്ത തൂണിലാണ്. ദമസ്കസിലെ പള്ളിയിലാണ്, മെയിൻ പള്ളിയിൽ. തമാശ എന്ന് പറയുന്നത് ആ ദമസ്കസിലുള്ള പള്ളിയുടെ വെളുത്ത തൂണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികൾ പിരിവിട്ട് കൊടുത്ത പൈസ കൊണ്ടാണ്. കാരണം അവർ ഈസ അലൈഹി ഇസ്ലാം അവിടെ വരും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൽ അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടോ എന്തോ ആയിരിക്കാം, മിനാരത്തിൽ വന്നിറങ്ങുന്ന ആൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി മിനാരം അവർ പണിയിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിയരുടെ കഥ ഒരു
കുഷ്ഠരോഗി, ഒരു കഷണ്ടി, ഒരു കണ്ണുപൊട്ടനായ മനുഷ്യൻ. ഇവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം കൊടുക്കുന്നു. ഒട്ടകം, പശു, ആട്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് അതുപോലെ രൂപത്തിൽ മലക്ക് വന്ന് പരീക്ഷിക്കുമ്പോൾ അവർ ആ പരീക്ഷണത്തിൽ തോറ്റുപോകുന്നു, കണ്ണുപൊട്ടനായ ആൾ ഒഴികെ. അപ്പം രണ്ടുപേരെയും അനുഗ്രഹം തിരിച്ചെടുക്കുന്നു. മൂന്നാമൻ്റെ അനുഗ്രഹങ്ങൾ നിലനിർത്തുന്നു. ഗുഹാവാസികളായ ആളുകൾ, അതായത് 3 ആളുകൾ ഒരു ഗുഹയിൽപ്പെട്ടു പോകുന്നു. മഴ കാറ്റ് വന്ന് ഗുഹാമുഖം അടഞ്ഞു പോകുന്നു. അവർ അവരുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു ഇത് നിനക്ക് വേണ്ടി മാത്രം ചെയ്ത അമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഗുഹ വാതിൽ തുറന്ന് അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത നന്മകളാണ് എടുത്തു പറയേണ്ടത്. അല്ലാതെ റോഡരികിൽ പിച്ചക്കാരനെ കണ്ടു, ഒന്നും കൊടുക്കാതെ പോകണം ഇങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തു, അതല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു, അതൊന്നുമല്ല. അള്ളാഹുവിന് വേണ്ടി, ഇത് ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് കുറ്റം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ അള്ളാഹു എന്നെ അനുഗ്രഹിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് കൂലി കിട്ടും. അപ്പോൾ ഈ കിതാബ് കഴിഞ്ഞു. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.